സ്വകാര്യ സർവകലാശാലകൾ മാത്രമല്ല വിദേശ സർവകലാശാലകളുടെ കാര്യവും ധനമന്ത്രി ബജറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെ സാർ, അതിൽ ഈ ബജറ്റിന്റെ പേജ് 35 മുതലുള്ള പേജുകളിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്. അതിൽ ശരിക്കും 41ാമത്തെ പേജിൽ 73ാമത്തെ പോയിന്റ് ആയിട്ട് ഇതെങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നോക്കൂ, പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരെ സംയോജിപ്പിക്കുകയും അവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അക്കാദമിക് വിദഗ്ധരുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇതിനായി രൂപീകരിക്കും. യൂറോപ്പ്, USA, ഗൾഫ് നാടുകൾ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ 2024 മെയ് മുതൽ ജൂൺ മാസങ്ങളിൽ, അതായത് ഈ വർഷം തന്നെയാണ്, 4 പ്രാദേശിക കോൺക്ലേവുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് 2024 ഓഗസ്റ്റ് മാസത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് ഗ്ലോബൽ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്തും. അപ്പോൾ ഇതൊരു വെറൊരു പ്രഖ്യാപനമല്ല, സ്റ്റേറ്റിന് ഇതിലൊരു തുടർ പദ്ധതി എന്ന് മാത്രമല്ല, ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി വിദ്യാഭ്യാസ രംഗത്തെ മികച്ച ആളുകളെ, വിദഗ്ധരെ ഒക്കെ ഉൾപ്പെടുത്തി. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് വന്ന ആശയങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദഗ്ധർ തന്നെ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന കുട്ടികളെ സ്റ്റഡി ഇൻ കേരള എന്നൊരു ആശയത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല, ഇത്തരം നയങ്ങൾ നടപ്പാക്കുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നതെന്ന് അറിയാം. അത് വിദ്യാഭ്യാസവും കമ്പോളവുമായി കൈകോർക്കുന്ന രീതിയിലായിരിക്കും ഇത് നടപ്പാക്കുക. ആ ഇന്ത്യയുടെ ദേശീയ നടപ്പാക്കൽ രീതിക്കുള്ള ഒരു തിരുത്തലായി കേരളത്തിൽ ഇത് മാറും. മാത്രമല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇപ്പൊ തന്നെ ഈ മറ്റു മാധ്യമങ്ങളെല്ലാം ഏറ്റവും വിവാദമാക്കുന്ന ഒരു വിഷയമാണ് സ്വകാര്യവൽക്കരണം. അതിന് ഈ ധനമന്ത്രി പണ്ട് SFI നേതാവായിരിക്കുമ്പോൾ ഇതിനെതിരെ സമരം ചെയ്തു. എന്തുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കുന്നതാണ് അതിനകത്തുള്ള അത് തികച്ചും വ്യത്യസ്തമാണ്. കാരണം UDF സർക്കാർ സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഈ സർക്കാർ സർവകലാശാലകൾ അവസാനിപ്പിക്കുക, സർവകലാശാലകളുടെ ആ ഒരു രൂപീകരണം, നിയന്ത്രണം, അതിൽ നിന്നും സർക്കാർ പിന്മാറുക, പകരം അതെല്ലാം സ്വകാര്യ മേഖല ഏൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ പണമുള്ളവർക്ക് മാത്രം പഠിക്കുക എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്രയോ പുതിയ സർവകലാശാലകൾ ഈ സർക്കാർ ആരംഭിച്ചു. ഇപ്പൊ ഡിജിറ്റൽ സർവകലാശാല, അതെ, നമ്മുടെ തന്നെ മാതൃകയായിട്ട് മുന്നോട്ട് ശ്രീനാരായണ സർവകലാശാല. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം രാജേന്ദ്ര സാർ പറഞ്ഞതുപോലെ മുൻപ് ഇപ്പോഴും CPM-കാരൊക്കെ കമ്പ്യൂട്ടറിന് വിരുദ്ധരാണ് എന്നൊരു പ്രചാരണം ഉണ്ടല്ലോ. വാസ്തവത്തിൽ അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ അന്ന് മുന്നിലേക്ക് വെച്ച ആശങ്ക എന്താണ്? കമ്പ്യൂട്ടർ വൽക്കരണം വരുമ്പോൾ എന്തുകൊണ്ട് അതിനെ നമ്മൾ എതിർക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു മറുഭാഗം എന്ത് എന്നുള്ളത് മാത്രമാണ് മുന്നിലേക്ക് വെച്ചത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം വരുന്നു. ബോളിവുഡിൽ നിന്നും അടക്കം അതിന്റെ ആശങ്കകൾ രേഖപ്പെടുത്തുകയാണ്. സമാനമായ രീതിയിൽ ഒരു പുതിയ പദ്ധതി വരുന്ന കാലത്ത് നമ്മൾ എല്ലാവരും അതിന്റെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിലും സമാനമായ കാര്യമാണ് അന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ ആകെ ഒരു നയം മാറ്റം എന്നുള്ള മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകോത്തര നിലവാരത്തിൽ ലോകത്തിനൊപ്പം കേരളം സഞ്ചരിക്കുക, അതിനൊരു സർക്കാർ കൈത്താങ്ങാകുക എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നയം മാറ്റം, സ്റ്റേറ്റിലേക്ക് ഇത്തരം കാര്യങ്ങളെ തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് വേണം. മാത്രമല്ല, ഒരു നയം എതിർക്കപ്പെടുമ്പോൾ ആ എതിർപ്പ് കൂടി ഉൾക്കൊണ്ടാണ് ആ നയം പിന്നീട് മുന്നോട്ട് പോവുക. ആ നയത്തിന്റെ ശരിയായ പ്രയോഗത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുൻപാകെ ഇതിന്റെ റിപ്പോർട്ട് മുൻപ് തന്നെ വന്നിട്ടുള്ളതാണ്. ചില പ്രാഥമിക ചർച്ചകൾ ആ വിഷയത്തിൽ നടന്നിട്ടുമുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെയും അടിസ്ഥാനത്തിലാണ് ഈ ലക്ഷ്യം സർക്കാർ മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ളതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത്.